മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കി ഇഡി. കരിമണൽ കമ്പനി CMRL കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇഡി ചോദ്യം ചെയ്യുന്നു. CMRL ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് മുൻ കാഷ്യർ വാസുദേവന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിനീത വീഴ്ച ചേരുന്നു വിശദാംശങ്ങളുമായി. വിനീത, നേരത്തെ തന്നെ എക്സാലോജിക്കും CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് കരാർ ഇടപാടുകൾ, ഇതൊക്കെയാണ് ഇഡിയുടെ അന്വേഷണത്തിന്റെ ഫോക്കസ് പോയിന്റ് എന്ന് വ്യക്തമായതാണ് ആ സമൻസുകളിലൂടെ തന്നെ. അതുതന്നെയാണോ ഇപ്പോൾ ഇവരിൽ നിന്ന് ഈ വിളിച്ചു വരുത്തുന്ന ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇഡി അറിയാൻ ശ്രമിക്കുന്നത്? തീർച്ചയായും ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ 3 ഉദ്യോഗസ്ഥരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. അവരെ 24 മണിക്കൂറാണ് ഇഡി ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടി 2 ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിൽ പി സുരേഷ് കുമാർ, അദ്ദേഹം ചീഫ് ജനറൽ മാനേജറാണ് CMRLന്റെ. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഇഡി അന്വേഷിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകൾ കൂടി ഹാജരാക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ രേഖകൾ ഉൾപ്പെടെയാണ് അദ്ദേഹം കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മുൻ ഉദ്യോഗസ്ഥരിലേക്കും CMRLന്റെ മുൻ ഉദ്യോഗസ്ഥരിലേക്കും ഇഡിയുടെ ഒരു അന്വേഷണം നീങ്ങുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. മുൻ കാഷ്യർ വാസുദേവനെയും ഇഡി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അദ്ദേഹവും ഇന്ന് കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവരെ വളരെ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ആദ്യഘട്ടത്തിൽ 3 ഉദ്യോഗസ്ഥരെയാണ് ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ IT വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയുമാണ് ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ഇഡിയുടെ ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഗോകുൽ, വിനീത തുടരുക. മറ്റ് ഇതിന്റെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. മാസപ്പടി കേസിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറി CMRL. ആദായനികുതി വകുപ്പ് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് ആധാരമായ രേഖകളാണ് ഹാജരാക്കിയത്. ഇഡി സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. ഇഡി ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചെന്ന് ഹർജിയിൽ CMRL ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ഉദ്യോഗസ്ഥരെ തടങ്കലിൽ വെച്ചതല്ല, ചോദ്യം ചെയ്തതാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദിച്ചു. വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, ഇന്നലെയും നിയമ നടപടികളുമായി CMRL മുന്നോട്ട് പോകുന്നു. ശശിധരൻ കർത്ത നേരിട്ട് ഹാജരാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഹാജരാക്കിയ രേഖകളുടെ വിശദാംശങ്ങളും. തീർച്ചയായും ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ശശിധരൻ കർത്തയ്ക്ക് ഇഡി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം ആ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിന്നു. തുടർന്ന് ഇന്ന് വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇഡിയുടെ ഈ തുടർ നീക്കത്തിനെതിരെയാണ് ശശിധരൻ കർത്ത ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇഡി സമൻസിനെതിരെയാണ് അദ്ദേഹം ഹർജി നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആ ഹർജിയിൽ അദ്ദേഹം ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെ ഹർജിക്ക് പിന്നാലെ CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അവരുടെ ഒരു ആക്ഷേപമുള്ളത്. നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചെന്ന CMRL ഉദ്യോഗസ്ഥർ ആ ഹർജിയിൽ പറയുന്നുണ്ട്. കാരണം ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിനായി എത്തിയത്. അവർക്ക് ഏതാണ്ട് 24 മണിക്കൂറോളം ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. ഈ രാത്രി മുഴുവൻ ഇഡി ഓഫീസിൽ തങ്ങൾക്ക് തങ്ങേണ്ടി വന്നുവെന്നും ഹർജിയിൽ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ വീണ വിജയനെതിരായ രേഖകൾ CMRL ഹാജരാക്കിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് ആധാരമായിട്ടുള്ള രേഖകളാണ് CMRL ഹാജരാക്കിയിരിക്കുന്നത്. ഇഡി ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് CMRL എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ശശിധരൻ കർത്തയ്ക്ക് നേരിട്ട് ഹാജരാകാൻ കഴിയില്ല. ഈ ചോദ്യാവലി അയച്ചു തന്നാൽ അതിന് മറുപടി നൽകാമെന്നും CMRL അറിയിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചതായി ഇഡി ഈ ഹർജിക്ക് മറുപടിയായി കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്തതിന്റെ CCTV ഫൂട്ടേജ് സൂക്ഷിച്ചു വെക്കണമെന്നും ഹർജിക്കാർ പറയുന്നുണ്ട്. തടങ്കലിൽ വെച്ചതല്ല, ചോദ്യം ചെയ്തതാണെന്ന് ഇഡി പറയുന്നുണ്ട്. എന്തിന് സന്ധ്യയ്ക്ക് ശേഷം ഈ കസ്റ്റഡിയിൽ വെച്ചുവെന്നും ഹർജിക്കാർ കോടതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഗൂഗിൾ, ശരി വിനീത, ഏതായാലും മാസപ്പടി കേസിൽ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുമ്പോൾ ആ നടപടികളെ ചോദ്യം ചെയ്യാനുള്ള സമൻസിനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് എതിർ ഹർജികളുമായി ഹൈക്കോടതിയെ ഉൾപ്പെടെ സമീപിച്ചിരിക്കുകയാണ് ശശിധരൻ കർത്തയും CMRL ജീവനക്കാരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.